ശബരിപാതയുടെ സർവേ തുടങ്ങിയപ്പോൾ മുതൽ തൊടുപുഴ കരിങ്കുന്നത്തെ കുറെ കുടുംബങ്ങളുടെ കഷ്ടകാലം തുടങ്ങിയതാണ്. ഇതിനായി കല്ലുകൾ സ്ഥാപിക്കപ്പെട്ടതോടെ ഇത്തരം ഭൂമികൾ വിൽക്കാനോ പണയം വെക്കാനോ പറ്റാത്ത അവസ്ഥയിലായി. വീട് പണി തുടങ്ങിയവർക്ക് പൂർത്തിയാക്കാനോ വായ്പ എടുത്തവർക്ക് തിരിച്ചയക്കാനോ ഇതുമൂലം കഴിയാതായി. വർഷങ്ങളായിട്ടും ഭൂമി ഏറ്റെടുക്കൽ അനിശ്ചിതമായി നീളുന്നത് ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറായവരെയും കഷ്ടത്തിലാക്കി. ഇതുമൂലം ഇതിനകം ജപ്തി നേരിടുന്നവരും നേരിട്ടവരും ഇപ്പോൾ മറിച്ച് ചിന്തിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ സ്ഥലം എടുക്കുകയോ അല്ലെങ്കിൽ ഇത് വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്യുക. എന്നെ സംബന്ധിച്ച് എനിക്ക് ജപ്തി നടപടി വന്ന് കിടക്കുകയാണ്. ഇത് ജപ്തിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യുക എന്നുള്ള ഒരു മാർഗ്ഗം എൻ്റെ മുമ്പിൽ കാണുന്നത്. എൻ്റെ സ്നേഹിതനാണ് ഇപ്പോൾ ഇത് ലേലം വിളിച്ചിരിക്കുന്നത്. അവനിപ്പോൾ കാശ് കൊടുക്കാൻ വേണ്ടി നിർബന്ധമായിട്ട് പറയുക. ഞാൻ കൊടുക്കാൻ മാർഗം കാണുന്നില്ല. ഇനി ആത്മഹത്യ അല്ലാതെ ഒന്നുമില്ല. കരിങ്കുന്നം പ്രദേശത്തെ 108 കുടുംബങ്ങളുടെ ഭൂമിയാണ് ശബരിപാതയ്ക്കായി ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഇതിൽ 76 കുടുംബങ്ങൾ ഭൂമി വിട്ടു നൽകാൻ തയ്യാറാണെന്ന് 4 വർഷം മുമ്പാണ് എഴുതി കൊടുത്തത്. 32 പേരാകട്ടെ ഭൂമി വിട്ടു നൽകലെന്ന് പറഞ്ഞ് അന്നു മുതലേ പ്രക്ഷോഭത്തിലുമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്